അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന മുഴുവൻ പ്രതാപങ്ങളുടെയും അഭിമാനങ്ങളുടെയും അടിസ്ഥാനം അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം. ഇസ്ലാം കൊണ്ടാണ് അല്ലാഹു തആല നമുക്ക് പ്രതാപം നൽകിയത്. നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളുടെ മുന്നിൽ ആ ഇസ്ലാമിനെ നമ്മൾ അന്യവൽക്കരിക്കരുത്. ആഗോളതലത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ നമ്മെ ഓരോരുത്തരെയും ഗൗരവതരമായി ആലോചിപ്പിക്കാനുള്ളതാണ്. നാം ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോഴും പല രാജ്യങ്ങളിലെയും മനുഷ്യർ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നു, മരിച്ചു വീണുകൊണ്ടിരിക്കുന്നു. വർത്തമാനകാല രാഷ്ട്രീയ സമവാക്യങ്ങൾ മുസ്ലിം ലോകത്തോട് ഒരുപാട് വർത്തമാനങ്ങൾ വളരെ ഗൗരവതരമായി അറിയിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിലേറെയായി പരിശുദ്ധമായ ഖുദ്സിന്റെ മക്കൾ നിരപരാധികളായ ഫലസ്തീനികൾ കൊല ചെയ്യപ്പെട്ടപ്പോൾ ജീവന്റെയും അടിസ്ഥാന സൗകര്യങ്ങളുടെയും മൂല്യമറിയാത്ത ആളുകൾ ഇന്ന് അവയെക്കുറിച്ച് സംസാരിക്കുകയാണ്. പരിശുദ്ധമായ ഇസ്ലാം എങ്ങനെയാണ് ലോകത്തെ മനോഹരമായ ഒരു ഉദ്യാനമാക്കിയത് എന്ന് ഏറ്റവും ആധികാരികമായി പറയാൻ പറ്റുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഫലസ്തീനിലെ നിരപരാധികളായ ലക്ഷത്തിൽ പരം ആളുകളെ ഇല്ലായ്മ ചെയ്ത പ്രത്യയശാസ്ത്രം ഏതാണ്? സ്വയം അധികാരവും അഭിമാനവുമുള്ള ഒരു രാഷ്ട്രവ്യവസ്ഥിതിയെ അല്ലെങ്കിൽ ഒരു രാജ്യത്തെ അകാരണമായി ആക്രമിക്കുകയും ആ അക്രമത്തിന് തിരിച്ചടിച്ചതിൻ്റെ പേരിൽ വീണ്ടും ആക്രമിക്കപ്പെട്ടവരെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സംഹിതയുടെ പേരെന്താണ്? ഇന്ന് ലോകത്ത് മുഴുവനും യുദ്ധക്കെടുതിയും ദുരന്തങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സംഹിത ഏതാണ്? പലപ്പോഴും യുദ്ധത്തിൻ്റെയും അക്രമങ്ങളുടെയും ഭീകരതയുടെയും മുമ്പിൽ ഇസ്ലാം മുസ്ലിം എന്ന് ചേർത്തു വെക്കാൻ മീഡിയകൾ ശ്രമിക്കാറുണ്ട്. എന്നാൽ ഇസ്ലാം എവിടെയാണ് അക്രമം ഉണ്ടാക്കിയത്? മുസ്ലിങ്ങൾ ചരിത്രത്തിലെ ഏത് ഘട്ടത്തിലാണ് അക്രമകാരികളായത്? മനോഹരമായ ഇസ്ലാം ലോകത്ത് ഒരു തെളിനീർ പോലെ പകർന്ന് ഒരു ധാര പോലെ ഒഴുകി ലോകത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ എത്തിച്ചേർന്നപ്പോൾ ധന്യമായ മുഹൂർത്തങ്ങളെ അല്ലാതെ എവിടെയാണ് കാലുഷ്യങ്ങളെയും കലാപങ്ങളെയും ഉണ്ടാക്കിയത്? കൃത്യമായി ലോകത്തോട് സംസാരിക്കേണ്ട കാര്യമാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, 1948 വരെ ജൂതന്മാർക്ക് ഒരു രാജ്യമുണ്ടായിരുന്നില്ല. ജൂതന്മാർക്ക് ഒരു രാജ്യം കൊടുക്കരുത് എന്ന നിർബന്ധമുണ്ടായിരുന്നത് ഏതെങ്കിലും ഒരു മുസ്ലിം വ്യവസ്ഥിതിക്കാണോ? അല്ല. ഇപ്പോൾ ജൂതന്മാർക്ക് വേണ്ടി പലപ്പോഴും ശബ്ദമുയർത്തിക്കൊണ്ടിരിക്കുന്ന യൂറോപ്പ് പറഞ്ഞു ഇവർക്കൊരു രാജ്യം കൊടുക്കാൻ പറ്റില്ലെന്ന്. ഇവർക്കൊരു ഭൂയിടം അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ലെന്ന്. കാരണം ജൂതന്മാരുടെ അടിസ്ഥാനപരമായ സ്വഭാവം അവർ സഹിഷ്ണുക്കളല്ല എന്നതായിരുന്നു. മാദാ ഖസറൽ ആലം ബിൻഹിതാത്തുൽ മുസ്ലിമീൻ എന്ന രചനയിലൂടെ ആ കാലഘട്ടത്തിലെ അറബേതര രാഷ്ട്രീയ ചലനങ്ങളെ ചരിത്രകാരൻ അടയാളപ്പെടുത്തിയപ്പോൾ അദ്ദേഹം ജൂതന്മാരുടെ സ്വഭാവഗതിയായി രേഖപ്പെടുത്തിയത് അവർക്ക് രക്തരൂക്ഷിതമായ വിപ്ലവങ്ങളിൽ തീരെ മനസ്താപമില്ലാത്തവരാണ് എന്നാണ്. മനുഷ്യന്മാരെ കൊല ചെയ്തു കളയുന്നതിൽ യാതൊരു ദുഃഖവും വേദനയുമില്ലാത്ത ഒരു ജനതയാണ് എന്ന് ജൂതന്മാരെ കുറിച്ച് പറയുകയായിരുന്നു. എന്തിനേറെ ലോകഗുരുവായ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് വളരെ ശാന്തമായി കടന്നു വരികയും കാലങ്ങളായി പരസ്പരം യുദ്ധത്തിലേർപ്പെട്ടിരുന്ന രണ്ട് ഗോത്രങ്ങളെ ചേർന്നു നിൽക്കാനും ഉടപ്പിറപ്പിനേക്കാൾ സ്നേഹിക്കാനും പറ്റുന്ന ഉറ്റമിത്രങ്ങളാക്കി മാറ്റി
അൻസാറുകളും മുഹാജിറുകളുമായി ഔസും ഖസറജിനെയും ചേർത്ത് മക്കയിൽ നിന്ന് വന്നവരെയും മദീനയിലുണ്ടായിരുന്ന 2 ഗോത്രങ്ങളെയും അങ്ങനെ മനുഷ്യകുലത്തെ മുഴുവനും ഒരുമിച്ച് നിൽക്കാനുള്ള മനോഗതിയിലേക്ക് രൂപപ്പെടുത്തി കൊണ്ടുവന്നപ്പോൾ അങ്ങനെയുള്ള ഏറ്റവും വലിയ മാനുഷിക വിപ്ലവം നടത്തിയ ലോകഗുരുവായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ 1 ഡസനിലേറെ പ്രാവശ്യം ചതിച്ച് കൊല ചെയ്തു കളയാൻ മദീനയിൽ ജൂതന്മാർ ശ്രമിച്ചിട്ടുണ്ട്. അതെല്ലാം ചരിത്രങ്ങളിലുണ്ട്, എണ്ണിപ്പറയാൻ ഇപ്പോൾ ശ്രമിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചതിയിലൂടെ കൊല ചെയ്തു കളയാൻ ക്ഷണിച്ചു വരുത്തി അതിഥി മുറിയിൽ ഇരിക്കുമ്പോൾ മുകളിൽ നിന്ന് കല്ലുരുട്ടി തലയിലേക്കിടാൻ വരെ ആതിഥ്യത്തിന് ക്ഷണിച്ചിട്ട് കല്ലുരുട്ടിയിട്ട് കൊന്നുകളയാൻ ഒരു മനുഷ്യന് സാധിക്കണമെങ്കിൽ അവരുടെ മനോഗതി എന്തായിരിക്കണം? ഇങ്ങനെയെല്ലാം ആയിരുന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മുസ്ലിം ഭരണകൂടങ്ങളും ഖിലാഫത്തും ഉണ്ടായിരുന്ന കാലത്ത് ജൂതന്മാർ അനുഭവിച്ച ഒരു സ്വാതന്ത്ര്യവും സന്തോഷവും ലോകത്തൊരു ഭരണകൂടത്തിന്റെയും കീഴിൽ അവർ അനുഭവിച്ചിട്ടില്ല. ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല. മാദാ ഖസറൽ ആലമിൽ അബുൽ ഹസൻ അലി നദ്വി എന്ന ചരിത്രകാരൻ എഴുതിയത് അവരുടെ ഒരടിസ്ഥാന സ്വഭാവം അവർക്ക് രക്തരൂക്ഷിതമായ വിപ്ലവത്തിൽ തീരെ മനസ്താപമില്ലാത്തവരാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഇപ്പോൾ ഇസ്രയേലിന്റെ ഭരണാധികാരി ഫലസ്തീനിലെ മക്കൾക്കെതിരെ ആയുധവർഷം നടത്തിയപ്പോൾ അവിടെയുള്ള ഏതെങ്കിലും ഒരു ഭീകര കേന്ദ്രത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടല്ല ആക്രമണം നടത്തിയത്. അവിടെയുള്ള പട്ടാളക്കാരോട് ഇസ്രയേൽ സൈന്യത്തോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ആ രാജ്യത്ത് നിന്ന് തീവ്രവാദവും ഭീകരവാദവും ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു ധർമ്മസമരത്തിനാണ് നമ്മൾ ശ്രമിക്കുന്നത് എന്നല്ല, മറിച്ച് അവിടെയുള്ള ഒരു കുരുന്നിനെയും വെറുതെ വിടാൻ പാടില്ല എന്നാണ് ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി പട്ടാളക്കാരോട് സംസാരിച്ചത്. കാരണം ആ രാജ്യം തന്നെ അവിഹിതമായി കിട്ടിയതാണ്. ലോകത്തെവിടെയും ഒരു ഭൂപ്രദേശമില്ലാതെ മുഴുവനും അലഞ്ഞു നടന്നിരുന്ന ഒരു ജനതയ്ക്ക് 1948 ഈ ഫലസ്തീനിൽ കൊണ്ടുവന്ന് ബ്രിട്ടീഷുകാരന്റെ ആയുധം കാണിച്ച് ആ നാട്ടുകാരെ ഭയപ്പെടുത്തിയിട്ട് ആ രാഷ്ട്രത്തിന്റെ 60% ഭൂമി ജൂതന്മാർക്ക് വകവെച്ചു കൊടുക്കുകയായിരുന്നു. അടിസ്ഥാനപരമായി അത് ആരുടെ ഭൂമിയാണ്? അറബികളുടെ ഭൂമിയാണ്. അടിസ്ഥാനപരമായി അത് ആരുടെ ഭൂമിയാണ്? ഖുദ്സിന്റെ മക്കളുടേതാണ്. ബ്രിട്ടീഷുകാരൻ ഇന്ത്യ അടക്കം അടക്കി ഭരിച്ച് 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെങ്കിൽ 1948 ഫലസ്തീനിൽ വന്ന് ഒരു നൂല് പിടിച്ചിട്ട് 60% ഭൂപ്രദേശം അവർ പതിച്ചു കൊടുക്കുകയായിരുന്നു ജൂതന്മാർക്ക്. അന്ന് അറബികൾ സഹിച്ചു, അവരതിനെ ഉൾക്കൊണ്ടു. കയറി കിടക്കാൻ ഇടമില്ലാത്തവരല്ലേ, കിടന്നുകൊള്ളട്ടെ എന്ന് വിചാരിച്ചു. നിങ്ങൾ ഓരോരുത്തരും ഒന്ന് ആലോചിച്ചു നോക്കുക. ഏതോ ഒരാൾ പുറത്തു നിന്ന് വന്ന് മാരകായുധങ്ങൾ കാണിച്ചിട്ട് എവിടെ നിന്നോ ഉള്ള ആളുകളെ നമ്മുടെ വീട്ടിൽ കയറ്റിയിട്ട് ഇനി ഇവർ ഇവിടെ താമസിക്കട്ടെ, ഇത് ഇവരുടെ വീടാണ് എന്ന് പറഞ്ഞാൽ ലോകത്താരെങ്കിലും ഉൾക്കൊള്ളുമോ? പക്ഷേ മുസ്ലിങ്ങൾ അന്ന് അവരെ ആക്രമിക്കാൻ ഒരുങ്ങിയില്ല. അറബികൾ അവരെ ആട്ടിപ്പായിക്കാൻ ഒരുങ്ങിയില്ല. അവരവിടെ താമസിക്കട്ടെ എന്ന് വിചാരിച്ചു. അന്ന് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി പറഞ്ഞു അത് നീതിയല്ല എന്ന്. അതൊരിക്കലും ഈ ലോകത്തിന് സമാധാനം നൽകില്ല എന്ന് ദീർഘദൃഷ്ടിയോടെ അദ്ദേഹം എഴുതി. അതുപോലെ ജൂതന്മാരെ കുറിച്ച് എഴുതിയ ഒരുപാട് ഗ്രന്ഥങ്ങളിൽ കാണാം, ഒരു ജൂതനെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ലോകത്തിന് സമാധാനം ബാക്കിയുണ്ടാവില്ലെന്ന്. ചരിത്രങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല, വർത്തമാനത്തിലേക്ക് ഞാൻ വരികയാണ്. ഈ 60% ഭൂമിയും പതിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ മുതൽ അവർ അവരുടെ രാജ്യത്തെ സ്വപ്ന ഇസ്രായേലിനെ സ്ഥാപിക്കാൻ അന്ന് മുതൽ അഭയം കൊടുത്ത രാജ്യത്തിന്റെ ഭൂപ്രദേശത്തെയും ജനങ്ങളെയും ശല്യപ്പെടുത്താൻ തുടങ്ങി. ഈ കൂട്ടത്തിൽ ഫലസ്തീനിൽ പോയവരുണ്ടാകും, അവർ നേരിട്ട് കണ്ടിട്ടുണ്ടാകും. ഞങ്ങൾക്കും കാണാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. ഫലസ്തീനികൾ താമസിക്കുന്ന സ്ഥലത്ത് കോൺക്രീറ്റ് മതിലുകൾ കൊണ്ടുവന്ന് സ്ഥാപിക്കും. അവരുദ്ദേശിച്ച ഒരു സ്ക്വയറിൽ
അതിൻ്റെ ഉള്ളിലുള്ള ആളുകളെ മുഴുവനും ഭീഷണിപ്പെടുത്തി ഓടിക്കും. അവരെ തോട്ടയെറിഞ്ഞ് സ്വസ്ഥം കെടുത്തും. എന്നിട്ട് അതുകൂടി അവർ ഇസ്രയേലിലേക്ക് ചേർക്കും. സമാധാനത്തോടുകൂടി ജീവിച്ചിരുന്ന ഒരുപാട് ഗ്രാമങ്ങളെ അങ്ങനെ ക്രമേണയായി അവർ ആക്രമിച്ച് പിടിച്ചെടുത്തു. ഫലസ്തീനികൾക്ക് സ്വന്തമായി ഒരു രാജ്യം ഔദ്യോഗികമായി വകവെച്ചു കൊടുക്കാൻ ഇന്നും പലരും തയ്യാറായിട്ടില്ല. ആ പ്രമേയത്തിൽ ഒപ്പുവെക്കാൻ ലോകത്തുള്ള പല ശക്തികൾക്കും സന്നദ്ധതയില്ല. ഇന്നും ഫലസ്തീനിന് സ്വന്തമായി ഒരു സ്വതന്ത്ര സൈന്യമുണ്ടോ? ഇല്ല. എമിഗ്രേഷൻ ഉണ്ടോ? ഇല്ല. പൂർണ്ണ സ്വതന്ത്രമായ ഒരു അഡ്മിനിസ്ട്രേഷൻ സംവിധാനമുണ്ടോ? ഇല്ല. എന്നിട്ട് ആ രാജ്യത്തിനു നേരെ നിരന്തരമായി യുദ്ധം നടത്തി ആ രാജ്യത്തെ 10,000-കണക്കിന് കുരുന്നുകൾ നിലവിളിച്ചുകൊണ്ട് ലോകത്തോട് യാചിച്ചപ്പോൾ കരുത്തോടെ അവരെ പിടിച്ചുയർത്താനും അവർക്ക് സമാധാനം നൽകാനും പല ലോകരാഷ്ട്രങ്ങൾക്കും ശക്തികൾക്കും കഴിഞ്ഞില്ല. നമ്മളും നിസ്സഹായരായി കരയുകയാണ്. ഏതുവരെ എന്നറിയുമോ? ലോകത്തെവിടെയും തുല്യതയില്ലാത്ത ക്രൂരതയായിരുന്നു അവർ നടത്തിയത്. ഇസ്രയേലുകാർ ഫലസ്തീനിനു മേൽ നടത്തിയത്. ഹോസ്പിറ്റലിന് മേൽ നിരന്തരമായി ബോംബ് വർഷിച്ചുകൊണ്ടിരുന്നു. ഹോസ്പിറ്റലുകൾ ഒന്നും ഇനി അവിടെ ബാക്കിയില്ല. എത്രയോ നാളുകളായി ഒരു പൊതിയിൽ പോയിട്ട് ഒരു ബ്രെഡ് കിട്ടിയിട്ട് ഏതോ ഒരു ചാരിറ്റി സംഘടന കൊണ്ടുവന്ന ഭക്ഷണ വാഹനത്തിന്റെ അടുത്തേക്ക് ഓടിയെടുത്ത് കിട്ടുന്ന റൊട്ടി കഷ്ണം കഴിക്കാൻ വേണ്ടി കൈനീട്ടി കാത്തു നിൽക്കുമ്പോൾ അവിടെയും ബോംബ് വർഷിച്ചത് നമ്മൾ കണ്ടു. അവിടെ പൊട്ടിച്ചെറിച്ചു പോയത് കുരുന്നു മക്കളാണ്. അവിടെ ചിന്നിച്ചിതറിപ്പോയത് സ്ത്രീജനങ്ങളാണ്. അവിടെ കൊല ചെയ്യപ്പെട്ടത് എല്ലാം നിരപരാധികളാണ്. എന്നിട്ടും ലോകത്ത് നീതിയുടെയും ന്യായത്തിന്റെയും അപ്പോസ്തലന്മാരാരും രംഗത്ത് വന്നില്ല. ഇങ്ങനെ ഫലസ്തീൻ തുടർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് സ്വതന്ത്രാധികാരമുള്ള ഇറാനിനുമേൽ ഇസ്രയേൽ ആയുധവർഷം നടത്തുന്നത്. ഞാൻ എന്തുകൊണ്ടാണ് ഈ വേദിയിൽ ഇത് പറയുന്നത്? ഇവിടെയുള്ള എല്ലാ പൗരന്മാർക്കും വിശേഷിച്ചും നമുക്കും ചില അടിസ്ഥാന ബോധ്യങ്ങൾ ഉണ്ടാവണം. നിരപരാധിയായി അപ്പുറത്ത് നിന്ന് ഇറാൻ എന്ന ഒരു സ്വതന്ത്ര രാജ്യത്തിനുമേൽ യാതൊരു പ്രകോപനവുമില്ലാതെ ആയുധവർഷം നടത്തുകയാണ് ഇസ്രയേൽ. എന്താണ് അവരുടെ ന്യായം? ഇസ്രയേൽ ഒരാണവ ശക്തിയാണ്, അമേരിക്ക ഒരാണവ ശക്തിയാണ്, ഫ്രാൻസ് ഒരാണവ ശക്തിയാണ്. അവരുടെ എല്ലാവരുടെയും കയ്യിലുള്ള ആണവായുധം സ്വതന്ത്രാധികാരമുള്ള ഇറാൻ വെച്ചുകൂടാ എന്ന് പറയാൻ നാളുകൾ കുറെയായി തുടങ്ങിയിട്ട്. അങ്ങനെ വർഷങ്ങളായി ആണവ ഉടമ്പടികൾ ഒമാനുമായി ഇറാനുമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒമാനിൽ നടക്കുന്ന സമ്മേളനത്തിലൂടെ ഇനി നിങ്ങൾ ഇറാൻ ഒരു ആണവ ശക്തിയായി മാറാൻ പാടില്ല എന്ന എഗ്രിമെന്റിൽ സൈൻ ചെയ്യിക്കുവാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോഴെല്ലാം ഇറാൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ ആറ്റോമിക് പവർ ആയിട്ടില്ല, ഞങ്ങൾ യുറേനിയം സമ്പുഷ്ടീകരിക്കുന്നത് ആറ്റോമിക് പവർ ആകാൻ വേണ്ടിയല്ല, ആണവ ശക്തിയാകുന്നതിന് വേണ്ടിയല്ല, ഞങ്ങൾ ആരെയും ശല്യപ്പെടുത്താൻ ഒരുങ്ങിയിട്ടില്ല, ഞങ്ങൾക്ക് സ്വതന്ത്ര അധികാരമുള്ള ഒരു രാജ്യമാണ്, നിങ്ങൾ പറയുന്ന അപകടകരമായ ആയുധങ്ങൾ ഞങ്ങൾ കൈവശം വെച്ചിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ ആക്രമിക്കരുത്, ഞങ്ങൾക്ക് മേൽ അനാവശ്യമായ ഉടമ്പടികൾ അടിച്ചേൽപ്പിക്കരുത്. നിരന്തരമായി അവർ പറഞ്ഞുകൊണ്ടിരുന്നു. എന്നാലും ഒമാനിൽ നടക്കുന്ന കോൺഫറൻസിലൂടെ താൽക്കാലികമായി ഒരു ആണവ കരാറിൽ ഒപ്പുവെക്കാൻ ഇറാൻ തയ്യാറാകുമായിരുന്നു. അങ്ങനെ ഇറാൻ തയ്യാറായി കഴിഞ്ഞാൽ പിന്നെ ഇറാനിനെ ആക്രമിക്കാൻ ന്യായമില്ല. അതുകൊണ്ട് ആ കരാറിലേക്ക് എത്തരുത് എന്ന് ലോകത്തെ ദുശക്തികൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. കരാറിന് ദിവസങ്ങൾ ബാക്കിയുള്ളപ്പോഴാണ് ഇസ്രയേലുകാരൻ അകാരണമായി ഇറാനിലേക്ക് ആയുധമെറിയുന്നത്. 600-ലേറെ ആളുകൾ ഔദ്യോഗികമായ രേഖകൾ പ്രകാരം ഇതിനകം അവിടെ കൊല ചെയ്യപ്പെട്ടു. 10,000-കണക്കിന് ആളുകൾ ഭവനരഹിതരായി. ആ രാജ്യത്തിന്റെ പല പട്ടണങ്ങളും കത്തിയെരിയുന്നു. പല അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ലായ്മ ചെയ്യപ്പെടുന്നു. അപ്പോൾ ഞങ്ങൾക്ക് നിക്കക്കള്ളിയില്ലെന്ന് വന്ന ഇറാൻ ലോകത്തുള്ള എല്ലാ ശക്തികളും ഒരുമിച്ച് ശ്രമിച്ചാലും ഞങ്ങളെ ഒന്നും ചെയ്യാനാകില്ല, ഞങ്ങൾക്ക് ഒരു ഇരുമ്പ് മേൽക്കൂരയുണ്ട് എന്ന് പറഞ്ഞ് ആഢ്യത്വത്തിൽ കഴിഞ്ഞിരുന്ന ഇസ്രയേലിന്റെ മേൽ ഇറാനിന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ വർഷിക്കുന്നത്, അവരുടെ അയൺ ഡോമുകൾ തകർന്ന് അവിടെ നിലത്ത് വീഴുന്നത്, ഔദ്യോഗികമായ കണക്ക് പ്രകാരം 100-ൽ പരം ആളുകൾ ഇസ്രയേലിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു.
അവിടെ പല ന്യൂസുകളും പുറത്തു വരരുതെന്ന് നിർബന്ധമുണ്ട്. 240-ലേറെ ആളുകൾ മിനിങ്ങാന്നത്തെ ആക്രമണത്തിൽ അല്ലെങ്കിൽ അവിടെയുള്ള ആയുധ വർഷത്തിൽ പരിക്കേറ്റു എന്ന് ഇസ്രയേൽ തന്നെ സമ്മതിക്കുന്നു. അവിടെയുള്ള ഹോസ്പിറ്റലിന് മേൽ ആയുധം വർഷിച്ചപ്പോൾ ലോകത്തോട് ചോദിച്ചു, ആ ഹോസ്പിറ്റലിലാണോ നിങ്ങൾ ആക്രമണം നടത്തുന്നത് എന്ന്. ഫലസ്തീനിലെ മുഴുവൻ ആശുപത്രികളും ഇല്ലായ്മ ചെയ്യുകയും ആയിരക്കണക്കിന് കുരുന്നുകൾ പൊട്ടിത്തെറിക്കുകയും ചെയ്തപ്പോൾ അതാ പരിക്കുപറ്റിയ ഭൂമിയിൽ നിന്ന് കൊണ്ടുവന്ന മൃതപ്രായരായി ICU-വിൽ കിടന്നിരുന്നവരെ, വെന്റിലേറ്ററിൽ കിടന്നിരുന്നവരെ, ഓപ്പറേഷൻ തിയേറ്ററിൽ കിടന്നിരുന്നവരെ ആയുധവർഷം നടത്തിയില്ലായ്മ ചെയ്തപ്പോൾ ഇസ്രയേലിന് തോന്നിയില്ല അത് ആശുപത്രിയാണെന്ന്. ലോകത്തുള്ള പല ആളുകൾക്കും തോന്നിയില്ല ഇത് ഹോസ്പിറ്റലാണെന്ന്. മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാനുള്ള ഒരു അവസാനത്തെ പരിശ്രമത്തിന്റെ കേന്ദ്രമാണ് എന്ന് ആർക്കും തോന്നിയില്ല. ഇപ്പോൾ ഇസ്രയേലിലെ ആ ഹോസ്പിറ്റലിന് മേൽ ആയുധവർഷം വന്നപ്പോൾ മാത്രം പറയുകയാണ്, അതെ, ഇതെന്ത് നീതിയാണ് എന്ന്, ഇതെന്ത് യുദ്ധനീതിയാണ് എന്ന്. ഒരിക്കലും ഇതിനെ യുദ്ധമെന്ന് പോലും വിളിക്കാൻ കഴിയില്ല. രണ്ടു ശക്തികൾ ചില മാനദണ്ഡങ്ങളോടെ നടത്തുന്ന ആയുധ പ്രയോഗത്തെയാണ്, മൽപിടുത്തത്തെയാണ് യഥാർത്ഥത്തിൽ യുദ്ധമെന്ന് വായിക്കേണ്ടത്. ഇവിടെ യുദ്ധമെന്ന് പറയാനില്ല, ആക്രമണവും പ്രത്യാക്രമണവും പ്രതിരോധവും എന്നൊക്കെയാണ് ഇതിന് പറയേണ്ടത്. ഇങ്ങനെ ഒരു യുദ്ധം നിലനിൽക്കണമെന്ന് ലോകത്തൊരു മനുഷ്യനും ആഗ്രഹിക്കുന്നില്ല, മനുഷ്യത്വമുള്ള ഒരാളും ആഗ്രഹിക്കുന്നില്ല. നിരപരാധികളായ രാജ്യങ്ങളുടെ മേൽ ആക്രമണം നടത്തി പാവപ്പെട്ടവരെ അരുംകൊല ചെയ്തു കളയുന്ന ലോക പോലീസുമാർക്കെതിരെ കൃത്യമായ മാനവിക വിചാരങ്ങളോടെ ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല എന്നത് വളരെ അപകടകരമായ ഒരു വസ്തുതയാണ്. ഇത്തരം ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ മലയാളത്തിലും ചില ആളുകൾ പറയുന്നത് എന്താണ്? മലയാളത്തിലും ചില ആളുകൾ നടത്തുന്ന കമന്റുകൾ എന്താണ്? ഇപ്പോൾ ലോകത്തിന്റെ മുഴുവനും മുമ്പിൽ ഇറാൻ ഒരു പ്രതിപട്ടികയിലേക്ക്, ഇറാൻ ഔദ്യോഗികമായി ഉൾക്കൊള്ളുന്ന ഒരു മതവിശ്വാസത്തെ നമ്മൾ ന്യായീകരിക്കുന്നില്ല. അങ്ങനെ ഒരു വിശ്വാസപരമായി പറയുമ്പോൾ ഷിഈ വിശ്വാസത്തിന്റെയും രാഷ്ട്രമതമായി സ്വീകരിച്ച ഒരു ജനവിഭാഗമാണ്. ആ ഒരു മാനദണ്ഡത്തിൽ നിന്നുകൊണ്ടല്ല ഇപ്പോൾ സംസാരിക്കുന്നത്, മാനവികമായ വിചാരങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ടാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കണം, നിരപരാധികളായ രാഷ്ട്രങ്ങളെ മുഴുവനും ആക്രമിച്ച് ഇല്ലായ്മ ചെയ്യുകയും പാവപ്പെട്ട കുരുന്നുകളെ അടക്കം നിരപരാധികളായ സിവിലിയന്മാരെ ക്രൂരമായി കൊല ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ ഇന്ന് ലോകത്തിന്റെ അവസ്ഥ എന്താണ്? ലോകത്ത് അരുതെന്ന് പറയാൻ ശക്തിയുള്ള ഒരു രാജ്യം എവിടെ? ആക്രമിക്കരുതെന്ന് പറയാൻ പറ്റുന്ന ഒരു ഭരണാധികാരി എവിടെ? ഇവിടെയാണ് മനോഹരമായ ഒരു സംഹിത കൊണ്ട് ലോകത്തെ മുഴുവനും ശാന്തിയിലേക്ക് കൊണ്ടുവന്ന സമാധാനത്തിന്റെ പ്രവാചക പ്രഭു മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വായിക്കേണ്ടത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അറബികൾ ലോകത്ത് മുഴുവനും കച്ചവടത്തിന് പോയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു രാജ്യത്ത് കച്ചവടത്തിന് പോയപ്പോൾ ആ രാജ്യത്തെ പിടിച്ചടക്കണമെന്നോ നിരപരാധികളെ ഇല്ലായ്മ ചെയ്യണമെന്നോ ഒരറബിയും ഒരറബ് സമൂഹവും വിചാരിച്ചിട്ടില്ല. നമ്മുടെ നാട്ടിൽ അറബികൾ കച്ചവടത്തിന് വരാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? ഈ ഇന്ത്യയെ പിടിച്ചടക്കണമെന്ന് അറബികൾ വിചാരിച്ചിട്ടില്ല. ഇവിടെ ആക്രമണം ഉണ്ടാക്കണമെന്ന് അറബികൾ വിചാരിച്ചിട്ടില്ല. ഇവിടെയുള്ളവരോട് നല്ല സ്വഭാവത്തിൽ വർത്തിച്ചു. ഈ രാജ്യക്കാർക്ക് ഒരുപാട് മൂല്യങ്ങൾ പകർന്നു കൊടുത്തു. ഇവിടെയുള്ള സ്വത്തുവകകൾ അവർ വാങ്ങി. ഇവിടേക്ക് വിദേശത്തു നിന്നുള്ള ഒരുപാട് സ്വത്തുക്കൾ എത്തിച്ചു തന്നു. അങ്ങനെ കൊള്ളക്കൊടുക്കലുകളുടെ നല്ല ഉദാഹരണങ്ങളെയാണ് അറബികൾ ഈ രാജ്യത്തേക്ക് സമ്മാനിച്ചത്. എന്നാൽ ബ്രിട്ടീഷുകാർ ഇവിടേക്ക് കച്ചവടത്തിന് വന്നു, പോർച്ചുഗീസുകാർ ഇവിടേക്ക് വ്യാപാരത്തിന് വന്നു, ഫ്രഞ്ചുകാർ ഇവിടേക്ക് കടന്നു വന്നു. അവരെല്ലാവരും ഈ രാജ്യത്തേക്ക് കടന്നു വന്നത് ഇവിടെയുള്ള സ്വത്തുക്കളെ കൊള്ളയടിച്ചവരുടെ രാജ്യത്തേക്ക് കൊണ്ടുപോകാനായിരുന്നു. ഈ രാജ്യത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയായിരുന്നു. ഇവരെ ഇവിടെ അവരുടെ ഭൂപ്രദേശമാക്കി മാറ്റാൻ വേണ്ടിയായിരുന്നു. അതുകൊണ്ടാണ് 1947 വരെ നീണ്ടുനിന്ന നീണ്ടകാലത്തെ സ്വാതന്ത്ര്യ സമരത്തിലൂടെ ബ്രിട്ടീഷുകാരനെ ഇവിടെ നിന്ന് പായിച്ചു കളയാൻ ഒരുപാട് ജീവനുകൾ ഇവിടെ പൊലിയേണ്ടി വന്നത്. എന്നാൽ 700 കൊല്ലം ഇന്ത്യ ഭരിച്ചു, അല്ലെങ്കിൽ നൂറ്റാണ്ടുകൾ ഇന്ത്യ ഭരിച്ചു മുഗളന്മാർ. മുസ്ലിങ്ങൾ ഇന്ത്യ ഭരിച്ചു. ഈ രാജ്യത്തിന് എന്താണ് നൽകിയത്? ഈ രാജ്യത്ത് ഒരുപാട് മനോഹരമായ നിർമ്മിതികൾ നൽകി. പേർഷ്യയിൽ നിന്ന്, വിദേശ രാഷ്ട്രങ്ങളിൽ നിന്ന് ഒരുപാട് വിദേശ രാഷ്ട്രങ്ങളിൽ അമൂല്യ രത്നങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ നിർമ്മാണങ്ങൾ നടത്തി. താജ്മഹൽ ഉണ്ടാക്കി, റെഡ് ഫോർട്ട് ഉണ്ടാക്കി. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും എന്ന പോലെ
അറബ് ജനതയിൽ അല്ലെങ്കിൽ മുഗളന്മാരുടെ 1000 നിർമ്മിതികൾ ഉണ്ടായി. ലോകത്തിന് മുമ്പിൽ എഴുന്നു നിൽക്കാൻ പറ്റുന്ന അഭിമാന സ്തംഭങ്ങൾ ഉണ്ടാക്കി. ഇതായിരുന്നു അറബികൾ ഇന്ത്യക്ക് സമ്മാനിച്ചത്. അറബികൾ മുഗളന്മാർ ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവിടെയുള്ള ഏതെങ്കിലും ഒരു മതവിഭാഗമോ ജനവിഭാഗമോ ഒരു സ്വാതന്ത്ര്യ സമരം തുടങ്ങിയില്ല. കാരണം അവർ സ്വതന്ത്രരായിരുന്നു. ഇവിടെ ഔറംഗസീബിനെ പോലെ ആത്മീയമായ ചിട്ടയുള്ള ഭരണാധികാരികൾ ഭരിച്ചു. അവർ മതപണ്ഡിതന്മാരായിരുന്നു, ആത്മീയ നിഷ്ഠയുള്ളവരായിരുന്നു. അവരുടെ എല്ലാവരുടെയും തണലിൽ ഇവിടെ ജീവിച്ചുകൊണ്ടിരുന്ന ഹൈന്ദവ സഹോദരന്മാരും ക്രൈസ്തവ സഹോദരന്മാരും ഒരിക്കൽ പോലും നിങ്ങൾ ഈ രാജ്യത്ത് വേണ്ട എന്ന് പറഞ്ഞ് അവർക്കെതിരെ ഒരു സമരം തുടങ്ങിയിട്ടില്ല, ഒരു സ്വാതന്ത്ര്യ സമരത്തിന് ഒരുങ്ങിയിട്ടില്ല. കാരണം എല്ലാ മതവിഭാഗങ്ങളെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു മാനവിക സംഹിതയെ ലോകഗുരുവായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തിരുന്നു. അതിലൂടെയായിരുന്നു അവർ സഞ്ചരിച്ചു വന്നത്. അതുകൊണ്ട് അവരെത്തിപ്പെട്ട ദേശങ്ങളിലെ എല്ലാ ജനങ്ങളെയും ഉൾക്കൊള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് വരുമ്പോൾ ജൂതന്മാരുണ്ടായിരുന്നു. എല്ലാ ജൂതന്മാരും ഇവിടെ നിന്ന് പോകണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ല. അവരോടുള്ള ക്രയവിക്രയങ്ങൾക്ക് കൃത്യമായ ഒരു മാനദണ്ഡമുണ്ടാക്കി. എന്തായിരുന്നു അത്? അസ്സഹീഫ, മനോഹരമായ മദീന ചാർട്ടർ ആയിരുന്നു. മദീന ചാർട്ടറിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയത് എന്താണ്? ആ രാജ്യത്ത് താമസിക്കുന്ന ആളുകൾ ഏതെല്ലാം മൂല്യങ്ങളെ പാലിക്കണമെന്നും പരസ്പരം മതവിശ്വാസങ്ങളെ ഉൾക്കൊള്ളണമെന്നും മറ്റു മതവിശ്വാസികളോട് എങ്ങനെ പെരുമാറണമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ജൂതന്മാരവിടെ ശാന്തമായി ജീവിച്ചു. നമ്മൾ ആലോചിച്ച് നോക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഒരു മനുഷ്യരെയും ആക്രമിക്കാൻ പറഞ്ഞില്ല. ജൂതന്മാരായ അയൽവാസികൾ സമാധാനത്തോടെ വിശ്വാസികളെ അനുഭവിച്ചു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ വഫാത്താകുന്ന നേരം ധാന്യത്തിനു പകരമായി അവിടുത്തെ പടയങ്കി ഒരു ജൂതന്റെ പക്കൽ പണയം വെച്ചിരുന്നു. അത് കേവലം അങ്ങ് വായിച്ചാൽ പോരാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ജൂതനോട് വായ്പ വാങ്ങുന്ന മദീനയിൽ അതിസമ്പന്നനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ ഉണ്ടായിരുന്നു. അതിസമ്പന്നനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ ഉണ്ടായിരുന്നു. സമ്പന്നരായ നിരവധി സ്വഹാബികൾ ഉണ്ടായിരുന്നു. ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹി റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. അതിസമ്പന്നരായ നിരവധി സ്വഹാബികൾ ഉണ്ടായിരുന്നപ്പോഴും അവിടെയുള്ള ഒരു സെക്കുലർ സൊസൈറ്റിയെ ഡീൽ ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജൂതന്മാരുമായി വ്യവഹാരം നടത്തി. ഒരിക്കൽ ഒരു ജൂതൻ അവധിയെത്താത്ത കടം ചോദിക്കാൻ കളിയാക്കാൻ വേണ്ടി പള്ളിയുടെ മുന്നിൽ വന്നു. ബിലാൽ റളിയല്ലാഹു അൻഹു ആയിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇടപാടുകാരൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലപ്പോഴും വായ്പ വാങ്ങുന്നത് സഹായം ചോദിച്ചു വരുന്നവർക്ക് കൊടുക്കാൻ വേണ്ടിയായിരുന്നു. അയിമ്മത്ത് ഉദ്ധരിച്ച ഒരു ഹദീസിൽ, നീണ്ട ഒരു ഹദീസാണ്, അതിൽ നമുക്ക് വായിക്കാൻ കഴിയും. ഒരു ദിവസം ബിലാൽ റളിയല്ലാഹു അൻഹു വാങ്ങു കൊടുക്കാൻ പള്ളിയിലേക്ക് വരുമ്പോൾ അവധിയെത്താത്ത കടം ചോദിച്ചുകൊണ്ടൊരു ജൂതൻ എത്തി. അയാൾ ആരാണ്? ബിലാൽ റളിയല്ലാഹു അൻഹു പലപ്പോഴും പലരുടെ കയ്യിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി വായ്പ വാങ്ങുന്നത് കണ്ടിട്ട്, നിങ്ങൾ പലരുടെ കയ്യിൽ നിന്നും വാങ്ങേണ്ടതില്ല, ഞാൻ നിങ്ങൾക്ക് വേണ്ടതെല്ലാം തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റെടുത്ത ഒരാൾ. ആ ഏറ്റെടുത്ത ഒരാളാണ് അവധിയെത്താത്ത കടത്തിനു വേണ്ടി അപമാനിക്കാൻ വന്നത്. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു ചെന്നിട്ട് ചോദിച്ചു, നിസ്കാരം കഴിഞ്ഞ് ലോകഗുരുവായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, അല്ലയോ പ്രവാചക പ്രഭോ, വല്ലതും വീട്ടിൽ കരുതി വെച്ച സമ്പാദ്യമുണ്ടോ? ഇല്ല, ഒന്നുമില്ല. എന്താണ് ബിലാലെ കാര്യം? അതെ, ആ ഇടപാടുകാരനായ ജൂതൻ അവധിയെത്താത്ത കടം തിരിച്ചു ചോദിക്കാൻ വന്ന് അപമാനിച്ചിരിക്കുന്നു. കേട്ടുകഴിഞ്ഞ് ബിലാൽ റളിയല്ലാഹു അൻഹു പോയി. മഹാനവറുകളുടെ കയ്യിൽ ഒരു കരിമ്പടമുണ്ടായിരുന്നു. അത് ഗ്രാമത്തിൽ കൊണ്ടുപോയി കച്ചവടം ചെയ്തു വരാമെന്ന് കരുതി. ഈ രംഗം കണ്ട ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, ബിലാൽ റളിയല്ലാഹു അൻഹു ഗ്രാമത്തിലേക്ക് പോയിട്ടുണ്ട് എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചു വിളിച്ചു. അടുത്ത ദിവസം 3 ഒട്ടകത്തിന്റെ മേലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയിലേക്ക് സമ്മാനങ്ങൾ എത്തി. ഇടപാടുകാരൻ്റേത് മുഴുവനും കൊടുത്തു തീർത്തു. അവിടെ ചരിത്രപരമായ ഒരു കോണ്ടെക്സ്റ്റ് വായിക്കണം. അവധിയെത്താത്ത കടം ചോദിച്ചു വന്ന ജൂതനെ ബലാത്കാരമായി നിയന്ത്രിക്കാൻ ശക്തിയുള്ള സ്വഹാബികൾ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അയാളെ ആരും തിരിച്ചൊരു വാക്കുപോലും പറഞ്ഞില്ല. അയാളോടൊരു ആക്ഷേപം പോലും നടത്തിയില്ല.
അനാവശ്യമായിട്ടാണ് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കുറ്റം പറഞ്ഞതെങ്കിലും അദ്ദേഹത്തിനെതിരെ ഒരു ശബ്ദവും ഉയർന്നില്ല. ഇത്രയും നീതിനിഷ്ഠമായും സഹിഷ്ണുതയോടെയും ജൂതന്മാരെ മദീനയിൽ വസിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുമ്പോഴും മദീനയിൽ ജൂതന്മാരുണ്ടായിരുന്നു എന്ന് ചരിത്രത്തിന് മനസ്സിലാക്കാനാണ് ഇങ്ങനെ ഒരു ഇടപാടിന്റെ കഥ ബാക്കി വെച്ചു പോയത്.